മൈൻകിളോട്ടിൻ്റെ പേര് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ ചർച്ചയാക്കിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മൈൻകിളോട്ട് ഒരു ജനകീയനാണ്. പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങളിൽ മറ്റ് മതസ്ഥരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് അത്തരം ഒരു മേഖലയിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എൻ്റെ ഈ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകളും ഹൈന്ദവ സഹോദരന്മാരാണ്. ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള ആളെ പേര് നാരായണനാണ്. അദ്ദേഹം ഒരു വീട്ടിൽ നിന്നൊരു പപ്പങ്കായി പറിച്ചാൽ അതിൻ്റെ പകുതി കഷ്ണമാക്കിയിട്ട് ഇവിടെ കൊണ്ട് തരും. അതൊരു സൗഹാർദ്ദമാണ്. എൻ്റെ പിതാവ്, ഞാൻ വെണ്ടിച്ചാലായിരുന്നു ജനിച്ചത്. അവിടുന്ന് സ്ഥലം വിറ്റ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അയൽവാസിയായ ഒരു നാരായണൻ എന്ന് പറയുന്ന നാരായണൻ നായർ, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കാറിൽ കയറാൻ വിടുന്നില്ല. അപ്പോൾ ആ പിതാവിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക സന്ദേശമാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഞാൻ 4 പ്രാവശ്യം പഞ്ചായത്തിൽ വിജയിച്ചപ്പോഴും ഈ 4 പ്രാവശ്യവും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്താണ് എന്നെ മത്സരിപ്പിച്ച് ജയിച്ചത്. ഞാൻ 4 പ്രാവശ്യവും ജയിച്ചത്. എല്ലാ വിഭാഗം ആളുകളും നമ്മൾ അംഗീകരിച്ച് വോട്ട് ചെയ്യുന്നു. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഒരു സാംസ്കാരികമായ കൂട്ടായ്മ ഇവിടെയുണ്ട് ബദിയടുക്കയിൽ. ബദിയടുക്കയിൽ ഏറ്റവും വലിയ ഉത്സവമാണ് തുളുവരാന. 25,000 ആളുകൾ ഡെയിലി സംബന്ധിക്കുന്ന പരിപാടിയാണ് തുളുവരാന, തുളു മഹോത്സവം. അതിൻ്റെ സംഘാടക സമിതിയിലെ പ്രധാന ഭാരവാഹിത്വം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബദിയടുക്കയിലെ പ്രധാനപ്പെട്ട ഈ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയാണ് കയ്യാർ കിഞ്ഞണറൈ. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. കർണാടകയിൽ 5 മന്ത്രിമാർ ആ പരിപാടിയിൽ, മുഖ്യമന്ത്രി അടക്കം 5 മന്ത്രിമാർ ആ പരിപാടിയിൽ സംബന്ധിച്ചു. അത് ലൈവായി കർണാടകയിലെ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തു. അതിൻ്റെ ചെയർമാനാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. കാരണം ഒരു മലയാളിയായ, മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ കന്നഡ സാഹിത്യ കുലപതിയായ കയ്യാർ കിഞ്ഞണ്ണറയുടെ 100ാം ജന്മദിനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാനാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് അവാർഡും കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അത് കന്നഡ സാഹിത്യ മേഖലയിലെ തേജസ്വിനി അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. പക്ഷെ അതിനേക്കാളും വലിയ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ബദിയടുക്ക പോലത്തെ ഒരു പ്രദേശത്ത് ഈ കഴിഞ്ഞ ഒരുപാട് 25-30 വർഷമായി ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ഒരു കൂട്ടായ പ്രവർത്തനം. ഇവിടെ ഒരു കമ്മ്യൂണലായ ഒരു ചിന്താഗതി ആളുകൾക്കില്ല. എല്ലാവരും ഒരേപോലെ കാണുന്നു. സംഘർഷങ്ങളില്ല. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ സാധിച്ചു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുക. എൻ്റെ നാട്ടിൽ ഈ ബദിയടുക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന സൗഹൃദമുള്ള ഒരു നാടാക്കി മാറ്റാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. മൈൻകിളോട്ട് മതമൈത്രിയെക്കുറിച്ചും മതസാഹോദര്യത്തെക്കുറിച്ചൊക്കെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ഇപ്പം കാര്യങ്ങൾ പങ്കുവച്ചു. നിലവിലെ രാഷ്ട്രീയം നമുക്കറിയാം. സജി ചെറിയാൻ്റെ, അതോടൊപ്പം AK ബാലൻ്റെ അടക്കമുള്ള വലിയ CPM ഭാഗത്തു നിന്നുള്ള കാസർഗോഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചു കൊണ്ടിട്ടുള്ള വലിയ വർഗീയ രീതിയിലുള്ള പരാമർശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു പരിധിവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ് കാസർഗോഡിലെ നിവാസികൾ എന്ന നിലയിൽ. 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ കാസർഗോഡ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവുന്നത്? എന്തായാലും അതിനുള്ളൊരു പരിഹാരമായി? കാരണം എനിക്ക് തോന്നുന്നത് ബദിയടുക്ക മൈൻകിളോട്ട് പറഞ്ഞ പോലെ വലിയ ശ്രമങ്ങളുടെ ഭാഗമായി അത്തരമൊരു മാറ്റം, പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ കാസർഗോഡ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരിഹാരം? ഈ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി 7 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞാൽ കാസർഗോഡ് ടൗൺ നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറണം. വലിയൊരു നമ്മുടെ ബിസിനസ് ഹബ്ബാണ് കാസർഗോഡ്. ആ ബിസിനസ് ഹബ്ബായ ഒരു സ്ഥലം രാത്രി 7 മണി മുതൽ ക്ലോസ് ആവുകയാണ്. അതിന് പരിഹാരം ഉണ്ടാവണം. അതിന് പരിഹാരമുണ്ടാവണമെങ്കിൽ കാസർഗോഡ് സാംസ്കാരിക പരിപാടികൾ നമ്മൾ ഉണ്ടാക്കണം, വർദ്ധിക്കണം. ഈ എല്ലാ വിഭാഗം ജനങ്ങളെ ഒരുമിച്ചിരുത്തി ഒരുപാട് സാംസ്കാരിക പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കണം. അതിന് ഏക പരിഹാരം അതാണ്. ജനങ്ങൾ 98% ആളുകളും വർഗീയതക്കെതിരാണ്. വെറും 3-4% ആളുകളാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3% ആളുകളെ നമ്മൾ എന്താക്കണം? 97% ആളുകൾ ഒരുമിച്ചാൽ 3% ആളുകൾ ഒഴുകിപ്പോവും. ഒരുപാട് നല്ല
മനുഷ്യർ ഈ നാട്ടിലുണ്ട്. സായിറാം ഗോപാലകൃഷ്ണ ഭട്ടനെ പോലെയുള്ള നന്മ നിറഞ്ഞ മനുഷ്യർ ജീവിച്ച മണ്ണാണ് ഈ കാസർഗോഡ്. മഹാകവി ഗോവിന്ദപ്പയുടെ നാട്, ഉബൈദ് സാഹിബിൻ്റെ നാട്, പി കുഞ്ഞിരാമന്റെ നാട്, അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടായ നാടല്ലോ. ആ നാട്ടിൽ നമുക്ക് സൗഹാർദ്ദം ഉണ്ടാകണം. കാസർഗോട്ടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും. ഇവിടെ നമുക്കെല്ലാവർക്കും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നാടാണ്. ഇന്ന് സമാധാനപരമായി കാസർഗോഡ് മുന്നോട്ട് പോകുന്നു. അതിന് ഇവിടുത്തെ എല്ലാ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികൾ ഒരുമിച്ച് നിൽക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാസർഗോഡ് മണ്ഡലം ലീഗിൻ്റെ പൊന്നാവരും കോട്ടയാണ്. മുസ്ലിം ലീഗിനെതിരെ ആര് മത്സരിച്ച് കഴിഞ്ഞാലും നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റൊരാൾക്കും വിജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം. ഇതിന് ബേസ് ചെയ്തിട്ടാണ് എ കെ ബാലൻ പറഞ്ഞു വെച്ചത് ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോഴും ജയിച്ചു വരുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ കൊണ്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമാണോ ഈ കാസർഗോഡ് മുസ്ലിം ലീഗ് ജയിച്ചു കയറുന്നത്? ഒരിക്കലല്ല. അത് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ്. കാസർഗോഡ് മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമല്ല നമ്മൾ ജയിക്കുന്നത്. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മതേതരവാദിയായ നമ്മളെല്ലാവരും ഇന്നും ജീവിച്ചിരിപ്പുള്ള ബഹുമാനായ CT അഹമ്മദ് സാഹിബ്, അത് ഒറ്റ ഉദാഹരണമാണ്. അദ്ദേഹം 1996 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ INL വന്ന സമയത്ത് വലിയ പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിൽ അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ശക്തിയുള്ള സമയത്ത് മുസ്ലിം വോട്ടിൽ വിള്ളലുണ്ടായ സമയത്ത് പോലും ജയിച്ചിട്ടുണ്ട്. മാത്രമല്ല CT അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ഈ നാട്ടിലെ സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ള നല്ല സൗമ്യനായ മനുഷ്യൻ ഈ നാട്ടിൽ ഒരുപാട് സൗഹാർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എന്നെ നെല്ലിക്കൊന്ന് അതേ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. കാസർഗോഡിന് വേണ്ടത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ്. കാസർഗോഡിന് വേണ്ടത് ഇങ്ങനെയുള്ള സൗമ്യമുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളുകളാണ് കാസർഗോഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ കാസർഗോഡ് ഏറ്റവും വലിയ വിജയം. അതാണ് മൈങ്കിലോട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു 4 വർഷം ബദിയെടുക്ക പഞ്ചായത്ത് മെമ്പറായിട്ട് അല്ലെ ജയിച്ചിട്ടുണ്ട്. 4 തവണ ജയിച്ചിട്ടുണ്ട്. അതിലൊരു തവണ പഞ്ചായത്ത് പ്രസിഡന്റും ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ? ഒരു പഞ്ചായത്തിന്റെ ഭരണം അധികാരം കൈയാളിയ ഒരാളാണ്. എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം? എന്തൊക്കെയായിരുന്നു അന്നുണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ? പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു 2000 മുതൽ 2005 വരെ. ആ സമയത്താണ് നമ്മുടെ ബഹുമാനായ ചെർക്കള അബ്ദുള്ള സാഹിബ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ബദിയെടുക്കയുടെ സുവർണ കാലഘട്ടമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു മോഡൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അഗതി ആശ്രയ പദ്ധതി. ബദിയെടുക്ക പഞ്ചായത്ത് കൊടുത്ത അഗതി ആശ്രയ പദ്ധതിയുടെ മോഡൽ കണ്ടിട്ടാണ് സെൻട്രൽ പ്ലാനിംഗ് ബോർഡ് 5 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നത്. ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള 2007 കേരളത്തിലെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് യൂത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബദിയെടുക്ക പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്കും, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായ അനിൽ അക്കരെ പിന്നീട് MLA ആയി. ഇപ്പോൾ അദ്ദേഹം ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് ഡൽഹിയിൽ പോയിട്ടാണ് ഈ അവാർഡ് വാങ്ങിക്കുന്നത്. രാഷ്ട്രപതി പ്രതിഭാ പട്ടേൽ അവർ കയ്യിൽ നിന്നാണ് അന്ന് ഈ അവാർഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ 2 പ്രധാനപ്പെട്ട മോഡൽ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ആശ്രയ പദ്ധതി, രണ്ടാമത്തത് അക്ഷരജ്യോതി വിദ്യാ പദ്ധതി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠനം അന്ന് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ വലിയ വലിയ കൂൺ സ്കൂളുകളിൽ, വലിയ വലിയ ഹൈടെക് സ്കൂളുകളിൽ നമ്മുടെ തൊട്ടടുത്ത പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ നല്ല ഡ്രസ്സ് ഇട്ട് കോട്ടും ടൈയൊക്കെ കെട്ടി പോകുന്ന സമയത്ത് ഈ പാവപ്പെട്ട കുട്ടിക്കും ആഗ്രഹം ഉണ്ടാവും, എൻ്റെ മക്കൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും, ഉമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന 95% കുട്ടികൾ പാവപ്പെട്ട കുട്ടികളാണ്. ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഈ സർക്കാർ സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠനം ആരംഭിക്കണം. ഞങ്ങൾ കാസർഗോഡ് ഡയറ്റിൽ പോയി ഇരുന്ന് 6 മാസം അതിൻ്റെ ഹോംവർക്ക് നടത്തി ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി, കരിക്കുലം ഉണ്ടാക്കി. ഈ ഇംഗ്ലീഷിന് മാത്രം ഒരു കരിക്കുലം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഇവിടെ ഈ പഞ്ചായത്ത് പരിധിയിൽ മാത്രം.
ആ ബദിയടുക്ക പഞ്ചായത്ത് പരിധിയിൽ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു. 2000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004-ലോ 2005-ലോ ആണ് അത് ആരംഭിച്ചത്. പിന്നീട് വന്ന ഗവൺമെന്റ് ഈ ഇതിന്റെ ഈ കോപ്പിയും ഹാൻഡ് ബുക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങൾ ഗവൺമെന്റിന് സമർപ്പിച്ചു. പിന്നീട് ഗവൺമെന്റ് 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു. 2007-ലോ 2008-ലോ എൻ്റെ ഓർമ്മ ശരിയാണ്. പദ്ധതിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ബേബി അവർകളിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മോഡലുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അക്ഷരജ്യോതി വിദ്യാ പദ്ധതി, കിസാൻ ജ്യോതി, ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം നമ്മുടെ പഞ്ചായത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ല നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുക. ഇതിപ്പോൾ അന്താരാഷ്ട്ര ഭൂപടത്തിലൊക്കെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ ഒരു സാക്ഷ്യപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ടൂറിസം മേഖലയിൽ നമുക്ക് സമ്പത്തുള്ള ഒരു നാടാണ് കാസർഗോഡ്. ഈ ടൂറിസം മേഖലയിൽ കാസർഗോഡിൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാണ് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? ഒരുപാട് സാധ്യതകൾ, ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു നാടാണ് കാസർഗോഡ്. നമുക്ക് ദൈവം കനിഞ്ഞ് അരികിയ എന്താ പറയേണ്ടത്, വരദാനമായി ലഭിച്ച നദികളുണ്ട്, അതുപോലെ തന്നെ കടൽ തീരമുണ്ട്, അതുപോലെ തന്നെ മലകളുണ്ട്. ഇതൊക്കെ വലിയൊരു വരദാനമാണല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ വസടിക്കുമ്പ അല്ലെ, അതിന്റെ പേരാണില്ല, അവിടെ എന്തൊക്കെ സാധ്യതയുണ്ട്. മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ആ ജില്ലയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, അതിനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ തന്നെ നമ്മളെ ഈ കടലോര മേഖലയിൽ കോഴിക്കോട് പോയാൽ നമ്മൾക്ക് വൈകുന്നേരം അവിടെ ഒരു 7 മണിക്ക് ശേഷം പോയാൽ പിന്നെ അവിടെ മടങ്ങി വരാൻ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ എത്ര സൗന്ദര്യമുള്ള ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. എന്തുകൊണ്ട് നമ്മൾ കാസർഗോഡ് അങ്ങനെയുള്ള ഒരു സ്പോട്ട് ഉണ്ടാക്കിക്കൂടാ? ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡിന്റെ സാധ്യതകൾ. ആ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം. അതിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇപ്പൊ ആകെ ബേക്കൽ കോട്ടയിൽ കുറച്ച് ബേക്കൽ ഫെസ്റ്റ് മാത്രമാണ് ജനങ്ങൾക്കായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതൊക്കെ മാറണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും, ഒരു സംശയം വേണ്ട. അതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും ഒക്കെ ഉണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ല എന്ന നിലയിൽ ആ സാധ്യതകളൊക്കെ നമ്മൾ പദ്ധതികളായി കൊണ്ടുവരണം.